ഹലോ, ബ്രെഡ് കൊണ്ട് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ് കേട്ടോ. 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങ ചിരകിയിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ നെയ്യും തേങ്ങയും കൂടെ ഏകദേശം 1 മിനിറ്റ് നേരം നമുക്കൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഏകദേശം തേങ്ങ ഒരു 1/4 ഭാഗം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ ശർക്കര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു മീഡിയം മധുരത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഓവറായിട്ട് മധുരം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും നല്ലതുപോലെ ഒന്ന് നമുക്ക് തേങ്ങയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ജ്യൂസി ആയിട്ടൊന്നും വരത്തില്ല, നല്ല ക്രിസ്പി ആയിട്ട് വരും. ആദ്യം ഒരു അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്നിറങ്ങിയിട്ട് എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് ക്രിസ്പി അല്ല, നമ്മൾ കടിച്ച ഒരു ക്രിസ്പിനെസ് ഉണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത് ശർക്കരയും തേങ്ങയൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ചെറിയ ക്രിസ്പിയൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നട്ട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പീനട്ടും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാഷ്നട്ടും കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ നട്ട്സും ഈ ഒരു തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായിട്ട് എടുക്കണം. അതും ഒരു 1 മിനിറ്റ് നേരം ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടുന്ന ഒരു ബാറ്റർ തയ്യാറാക്കലാണ്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ലൂസായിട്ടൊരു കൺസിസ്റ്റൻസിയിൽ നമ്മളൊന്ന് ബാറ്റർ കുഴച്ചെടുക്കണം. മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് പരുവം. ഇതേപോലെ 2 ബ്രെഡ് എടുക്കുക. 2 ബ്രെഡ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ബാറ്റർ ഫുള്ളായിട്ട് 4 സൈഡും ഇങ്ങനെ മുക്കിയെടുക്കുക. അതുപോലെ തന്നെ ബാക്കി പുറം ഭാഗവും ഇതേപോലെ മുക്കിയെടുക്കുക. ഇനി ഈ മുക്കിയെടുത്ത ബ്രെഡ് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈദ ഇല്ല എങ്കിൽ അതിന് പകരം മുട്ടയായാലും മതി കേട്ടോ. അതും ഇല്ലെങ്കിൽ ഗോതമ്പാവ് എടുക്കാവുന്നതാണ്. അരിമാവൊന്നും ആരും എടുക്കാതിരിക്കുക, ഗോതമ്പാവും മൈദ എടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ എണ്ണ കുടിക്കും. അതുകൊണ്ട് കറക്റ്റ് പൊരിഞ്ഞ് വരത്തൊന്നുമില്ല. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ 2 വശവും നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ബ്രെഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്കിങ്ങനെ കോണോട് കോൺ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളൊരു പോക്കറ്റ് പോലെ ആക്കി എടുക്കുകയാണ്. ഇതിൽ പോക്കറ്റ് ഷവർമ പോലെ ആക്കിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ, നടുക്ക് ഭാഗത്ത് നല്ല സ്പേസ് കാണും. ഈ സ്പേസിലേക്ക് നല്ലതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല അത്യാവശ്യത്തിന് മധുരമുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ കുറച്ച് അൺഹെൽത്തിയാണ്, കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ. അതല്ല, എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ബ്രെഡൊന്ന് അങ്ങനെ എയർ ഫ്രൈ ചെയ്തെടുത്താലും കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.